സംഭവം അൺപാർലമെന്ററി ആയി പോകും. എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല, ഈ പിഴച്ച മാനേജ്മെന്റ് കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബിനെയും ബാഡ്ജിനെയും ചങ്ക് പറിച്ച് ആരാധിക്കുന്ന ആരാധകരുടെ തല ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്ന അത്രയും അവർ നാണം കെട്ട് തല കുനിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. ഈ ഒരു മാനേജ്മെന്റിനെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഒക്കെ കാണിക്കുന്ന ആരാധകരോടുള്ള കമ്മിറ്റ്മെന്റിന്റെ 1000-1 ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കാണിക്കത്തില്ല. വേറെ ആരോട് പരാജയപ്പെട്ടാലും പ്രശ്നമില്ല, ബംഗളൂരുവിനോടൊക്കെ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ പോയി തൂങ്ങിച്ചാവുന്നതിന് തുല്യമാണ്. കാരണം ബംഗളൂരുവിനോട് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഒഫീഷ്യൽ പേജ് വഴി ഊക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നത്തെ മത്സരം കഴിഞ്ഞപ്പോഴും അവർ ഒഫീഷ്യലായിട്ട് എന്താ പറയുന്നത്, ഇല്ലാണ്ടാക്കി കളഞ്ഞു. ഒരു ക്ലബിൻ്റെ ഒഫീഷ്യൽ പേജ് വഴി ഇമാതിരി ഊക്കൊക്കെ ഊക്കിയാലും എന്ത് ചെയ്യാൻ പറ്റും? കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തള്ളാം, കഴിഞ്ഞ സീസണിലും തള്ളി, നമ്മൾ അടുത്ത കളത്തിൽ കാണിച്ചു കൊടുക്കാം, ഇനി നമ്മുടെ അവസരം വരും, എന്ത് കാണിച്ചു കൊടുക്കും? ഇങ്ങനെ എന്നും ഇങ്ങനെ നാണം കെട്ടുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ബംഗളൂരു എഫ് സിയെ നമ്മൾ ഓൾഡ് ഏജ് ഹോം എന്ന് വിളിച്ച് കളിയാക്കും. എന്തിനാണ് കളിയാക്കുന്നത്? അവർ ചെന്നൈ സൂപ്പർ കിങ്സ് ചെയ്ത പോലെ ഓരോ ഏരിയയിലും സ്പെക്കുലേറ്റീവായിട്ട് വളരെ മികച്ച രീതിയിൽ കളിക്കുന്ന ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യൻ സോയിലിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത താരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് അവർ കളിച്ച ടീം നോക്കുക, അവരുടെ ടീമിലെ ഫോറിൻ പ്ലേയേഴ്സിനെ മാറ്റി നിർത്തി ഡൊമസ്റ്റിക് പ്ലേയേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 6 പേര്, ഇന്ന് ഫീൽഡിലുണ്ടായിരുന്ന 6 പേര് നമ്മുടെ മനോരമ മാർക്കസ് പ്രഖ്യാപിച്ച പ്രോബബിൾ ഇന്ത്യൻ സ്ക്വാഡിലുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് എത്ര പേരുണ്ട്? ആകെ ഉണ്ടായിരുന്ന ജീക്സിനെ അവരെ വിറ്റ് തുലച്ച് കളഞ്ഞു. ഈ മാനേജ്മെന്റ് ഡൊമസ്റ്റിക് പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ കാണിക്കുന്ന ഈ മണി മൈൻഡ് ആറ്റിറ്റ്യൂഡ് കാരണം മാനേജ്മെന്റിന് ലാഭം കിട്ടുന്നുണ്ട്. അവർ ഏത്തക്ക ചിപ്സ് വെക്കും, പിന്നെ എന്തോ വെക്കും, ഗോലി സോഡ വിൽക്കും, പിന്നെ നല്ല പൈസയ്ക്ക് മർച്ചൻഡൈസ് ഉണ്ട്, ഒഫീഷ്യൽ ക്ലബിന്റെ മർച്ചൻഡൈസ് ഉണ്ട്, പിന്നെ ബാക്കി കുറേ കാര്യങ്ങൾ, പിന്നെ കുറേ ഫാൻ പേജുകൾ, ഫാൻ ഗ്രൂപ്പുകളുണ്ട്, അവരെ കുറിച്ച് പറയുന്നില്ല. അവരും സ്വന്തമായിട്ട് മർച്ചൻഡൈസും കാര്യങ്ങളും ഇറക്കുന്നുണ്ട്. എല്ലാവർക്കും പിഴിയാൻ ആരാധകരുണ്ട്. ഇപ്പം ഞാൻ തന്നെ കണ്ടന്റ് ഇട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരാണ് എൻ്റെ കണ്ടന്റ് കൂടുതൽ കാണുന്നത്. അപ്പം എല്ലാവർക്കും ഈ ആരാധകരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ആരാധകർക്ക് എന്താണ് കിട്ടുന്നത്? നാണം കെട്ട് തല കുനിക്കുക എന്നല്ലാതെ വേറെ ഒന്നും കിട്ടാൻ പറ്റുന്നില്ലേ. ബംഗളൂരുവൊക്കെ ഒഫീഷ്യലായിട്ട് ആക്ഷേപിക്കുന്ന സമയത്തും ഈ ഒരു ആരാധകർക്കൊപ്പം നിൽക്കാൻ ഈ ഒരു മാനേജ്മെന്റ് മനസ്സ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂരതയാണ്. ഇപ്പം എൻ്റെ കാര്യം തന്നെ പറയാം, എനിക്ക് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു. ഫംഗ്ഷൻസ് അല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഇന്ന് കളി കാണാനിരുന്നതാണ്. ഇപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല, വീഡിയോ ചെയ്യേണ്ടി വരും സ്വാഭാവികം. മീൻസ് നമുക്കും ക്ലബിനെയും ബാഡ്ജിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരു ഗൂസ് ബംസ് എനിക്ക് ജെന്യൂനായിട്ട് വരുന്നതാണ്. അപ്പം എൻ്റെ ഡയലോഗും കിടിലായിട്ട് വരുന്നതാണ്. സോ ഈ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ പോകുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഒഫീഷ്യലി ബംഗളൂരു എഫ് സി ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ മുഖം അടച്ചടിച്ച് വിട്ടിട്ടുണ്ട്. തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിട്ടുണ്ട്. ആരാണ് കാരണം? മാനേജ്മെൻറ്റാണ് കാരണം. മാനേജ്മെൻറ്റ് തന്നെയാണ് കാരണം. ഇവർക്കൊരു വിന്നിങ് മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. എന്തിന് ജീക്സിനെ വിറ്റ് തൊലച്ച് കളഞ്ഞു എന്നുള്ള ചോദ്യം. പ്രോപ്പർ റീപ്ലേസ്മെൻ്റ് ഉണ്ടോ? ഇല്ല. പറഞ്ഞ് വികാരത്തിന് അടിപ്പെട്ട് കുറേ ആയി പോകുന്നു. ബംഗളൂരു എഫ് സി ഒഫീഷ്യലായിട്ട് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് അണ്ണാക്കിലിട്ട് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ താഴെ പോയി നമ്മളെന്തെങ്കിലും റിപ്ലൈ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല പൊങ്കാല തിരിച്ചു കിട്ടും. സോ വായടച്ച് തല കുനിച്ച് മിണ്ടാതിരിക്കുക അല്ലാതെ വേറെ വഴിയില്ല. അതാണ് ഈ മാനേജ്മെൻറ്റ് ഇവിടുത്തെ ആരാധകർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ലോകം ബ്രേക്ക് ഇവൻ പോയിന്റിലോട്ട് എത്തുന്ന ഒരേ ഒരു ക്ലബ്ബ് ബ്ലാസ്റ്റേഴ്സാണ്. ഇവന്മാരെ ക്ലബ് വേണ്ട പറഞ്ഞാൽ കൂടി പോകും. അതുകൊണ്ട് പറഞ്ഞാൽ ഈ കുറച്ച് ആളുകൾ വരും, ക്ലബിൻ്റെ കുറച്ച് ആളുകൾ വരും, നമ്മൾ സ്റ്റേക്സിൻ്റെ വിൽക്കുന്ന കാര്യം പറയാൻ നിങ്ങൾ ആരാണ് ചോദിച്ച് അത് വേറെ കാര്യത്തിൽ പോകും. അതുകൊണ്ട് ആ പേര് പറയുന്നില്ല. ഇവന്മാർ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ടു ബി ഫ്രാങ്ക്, നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടുത്തെ ക്ലബിൻ്റെ സ്റ്റേക്സിന് വേണ്ടിയിട്ടൊക്കെ ഇവന്മാർ വെക്കുന്ന ഡിമാൻഡ് കേട്ടാലുണ്ടല്ലോ, മറ്റേ ഈ നാഗച്ചേച്ചി പറയുന്ന പോലെ തുപ്പും, തൂറി എറിയും. അത്രമാത്രം ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ക്ലബിനെ കാണിക്കുന്നത്. അല്ലാതെ കാണുന്ന പോലെ ഇവിടുത്തെ ലോക്കൽ ടാലൻസിനെ വളർത്തിയെടുക്കുന്ന ഫുട്ബോൾ നർച്ചറിങ് പരിപാടിയോ തേങ്ങാക്കൊലയോ ഒന്നുമല്ല. അത് ഇവാൻ വുക്കോമാനോവിച്ചിനെ ഇവിടെ പറ്റിച്ച് കുറേ നേരം നിർത്തിയിരുന്നു. അത് നമ്മൾ അവസാനം പറയട്ടെ. ഇവാൻ വുക്കോമാനോവിച്ചിനെ അങ്ങനെ ഒരു ലോയൽ മനുഷ്യനായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അത് അങ്ങനെ വാക്കൗട്ട് പ്രൊട്ടസ്റ്റ് നടത്തി, അങ്ങനെ വലിയ ടാക്ടിക്സ് ഇല്ല, മാങ്ങയില്ല, തേങ്ങയില്ല, എന്ത് പറഞ്ഞാലും അങ്ങനെ ഒരു ലോയൽ മനുഷ്യൻ തന്നെ ആയിരുന്നു. അപ്പം നമ്മളെയും എല്ലാവരെയും ഇവിടുത്തെ ലോക്കൽ ടാലൻസിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ പറയും. ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമിയിൽ നടത്തുന്ന തെണ്ടിത്തരങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം, കുറച്ച് കഴിയട്ടെ.